الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. هل ينظرون إلا أن تأتيهم الملائكة أو يأتي ربك أو يأتي بعض آيات ربك؟ يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. قل انتظروا أنا منتظرون. ബഹുമാന്യ മുഅ്മിനുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സൂറത്തുൽ അൻആമിലെ 158-ാമത്തെ വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ ആഴ്ച മുതൽ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട അടയാളങ്ങളും അതിൻ്റെ ചില ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സൂക്ഷ്മവും കൃത്യവുമായ നിലക്ക് എല്ലാ പ്രവാചകന്മാരും അതത് സമുദായത്തോട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് അന്ത്യദിനം അല്ലെങ്കിൽ ലോകാവസാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ പല പേരുകളും അതിനുണ്ട് എന്ന് മുമ്പൊരു ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ അജ്ഞരായി പോകരുത്, അറിവില്ലാത്തവരാകരുത്. രണ്ടാമത്തെ വശം, അതിനു വേണ്ടി ജാഗരൂകരാവുക, ഒരുങ്ങുക എന്ന വശവും ഇതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയുടെ തൊട്ടു മുമ്പുള്ള ആഴ്ചയുടെ ഖുത്ബയിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്ന അവസാനത്തെ ഭാഗം, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഇത് പല സ്ഥലത്തും അല്ലാഹു ആവർത്തിച്ചതാണ്. ഐഹിക വിഭവങ്ങൾ അത് മനുഷ്യനെ
ചതിച്ചു കളയുന്നതാണ്. അതിലങ്ങോട്ട് വീണു പോവാണ് മനുഷ്യൻ കേട്ടോ. അപ്പൊ ആ ഒരു നിലപാടിലാകരുത് ഒരു വിശ്വാസി. അയാൾക്ക് സഞ്ചരിക്കാനുള്ളത്, അയാൾക്ക് എത്തിപ്പെടാനുള്ളത്, അയാളുടെ ലക്ഷ്യമായിട്ട് മറന്നു പോകരുത് എന്നർത്ഥം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു തൻ്റെ അനുയായികളോട്, നിങ്ങൾ ആ ഇഹലോക ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുക. വലാ തഅ്മുറുഹ, അത് കെട്ടിപ്പടുക്കുന്ന പണിയാകരുത്. എത്ര കൃത്യമാണ് പറഞ്ഞത്. അതിലൂടെ കടന്നു പോവുക, ആവശ്യത്തിന് അതിനെ ഉപയോഗപ്പെടുത്തുക. അതല്ലാതെ അത് ലക്ഷ്യമാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ വീട് വളരെ മോശമായാൽ അതിൽ സങ്കടപ്പെടുന്നവരാണ്. അവരുടെ വീടുകളുടെ ബാത്റൂം പോലും 5, 6, 8 ഒക്കെ ഉണ്ടാവും. അതിലുള്ള മോടിയും അതിനുള്ള സൗകര്യവും ഒക്കെ ആളുകളെ ആകർഷിപ്പിക്കുന്നതാകണം എന്നതിന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരാണ്. അതിൻ്റെ ഗേറ്റ് കീപ്പർ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയും ഒരുപാട് ഈ ദുനിയാവ് അതിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മളിലും അത് ചേക്കേറിക്കഴിഞ്ഞു. ഒരു മാറ്റവും അതിന് അങ്ങനെ തന്നെ. അതിന് മുഹമ്മദ് അലൈഹി സ്വലമ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള അന്ത്യദിനത്തിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതുമാണ്. ഇനി അത് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ബാദിറു, നിങ്ങൾ ധൃതി കാണിക്കണം എന്നത്. ബിൽ അഅ്മാലി സബ്അൻ ഹൽ തൻദുറൂന ഇല്ലാ ഫഖറൻ മുൻസിയ. നന്മയിൽ നിങ്ങൾ ധൃതി കാണിക്കുക. നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളെ മറപ്പിച്ച് കളയുന്ന ഒരു ദാരിദ്ര്യത്തെ സംബന്ധിച്ചാണോ? കൊറോണ വന്നപ്പോ 2 നിലയുള്ള വീട്ടുകാരന്റെ വീട്ടിലേക്ക് കിറ്റ് കൊണ്ടുകൊടുത്ത ആളാണ് ഞാൻ. നിങ്ങളും ചെയ്തിട്ടുണ്ട്. അന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അതെങ്ങനെ, എപ്പോൾ അതിനെ കാത്തിരിക്കുകയാണോ? നിങ്ങൾക്ക് ഐശ്വര്യവും സൗകര്യവും ഉള്ളപ്പം അതുകൊണ്ട് റബ്ബിനെ മറന്ന് കളിക്കരുത്. ആ വിഷയത്തിൽ ദുനിയാവിൽ അല്ലാഹ് സൗകര്യത്തിൽ അതിരുവിട്ട് കളിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തികമായ ഭദ്രത അത് വന്നു കഴിഞ്ഞാൽ അതിലാകരുത് നിങ്ങളത്. അത് നിങ്ങളെ നശിപ്പിച്ചു കളയും. ഖുർആൻ ഹദീസ് മുന്നറിയിപ്പ് നൽകുകയാണ്. മറലൻ മുഫ്സിദൻ, നമ്മളെ തന്നെ അങ്ങ് മാനസികമായി തകർത്ത് തരിപ്പണമാക്കി കളയുന്ന രോഗം. പൊതുവെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. നല്ല ആരോഗ്യത്തോട് ഇങ്ങനെ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വേദന, അതിൻ്റെ ലാസ്റ്റ് ആ അണുവിന്റെ തുടക്കമാണ് എന്ന് റിസൾട്ട് കയ്യിൽ കിട്ടിക്കഴിയുമുണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ. പടച്ചോനെ തുടങ്ങിയല്ലോ, ഇനി എനിക്കിതിൽ നിന്ന് മോചനല്ലല്ലോ റബ്ബേ എന്ന് തോന്നുന്ന ആ നിലക്കുള്ള ഒരു റിസൾട്ടിന്റെ തുടക്കമാണ് എങ്കിൽ പോലും നമ്മളുടെ സ്ഥിതി ആലോചിക്ക്. അപ്പൊ അത് വരുന്നതിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഔ ഹറമൻ മുഫന്നിദൻ, അതല്ലെങ്കിൽ നിങ്ങളെ അഭിപ്രായത്തിനൊന്നും ഒരു വിലല്ലാതെ നിങ്ങൾ കട്ടിലിൽ കിടക്കുന്ന വാർദ്ധക്യ സഹജമായ അവസ്ഥ വരുന്നതിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഞാൻ പറയാറുണ്ടല്ലോ, നമ്മളെ ചോരയും നീരുള്ളപ്പോ നമ്മളെ അഭിപ്രായം എല്ലാവർക്കും ആവശ്യമുണ്ട്. നമ്മൾ കിടന്നാൽ നമ്മളെ അഭിപ്രായം ആർക്കും ആവശ്യമില്ല. മറവി എന്താ അയാൾ പറയുന്നത് നോർമൽ, പിന്നെ അയാളുടെ അഭിപ്രായം ചോദിക്കാൻ പോണോ? അയാൾ ആർക്ക് വേണം? ഇങ്ങനെയുള്ള ഒരു രോഗബാധിതമായ അല്ലെങ്കിൽ അൾഷിമേഴ്സ് വന്ന് മറവി രോഗം വന്ന് പിന്നെ പ്രായാധിക്യം കൊണ്ട് അങ്ങനെ ആകുന്നതിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഔ മൗതം മുജ്ഹിദൻ, അതല്ല പെട്ടെന്നുള്ള മരണത്തെയാണോ? ഇന്റർനാഷണൽ ഹോട്ടലിൽ കയറി വളരെ തൻ്റെ കുടുംബത്തോടൊപ്പം ആസ്വാദ്യകരമായ ഒരു ഭക്ഷണം കഴിക്കാൻ മെനു എടുത്ത് അത് നോക്കി അതിലയാൾ ഓർഡർ ചെയ്തു. കുറെ നേരം കാത്തിരുന്ന് ആ സമയം അത്രയും പരസ്പരം ഹരമായി ആ പിതാവും മക്കളും ഒക്കെ തന്നെ. എന്നിട്ട് ഓർഡർ ചെയ്ത ഭക്ഷണം വന്ന് ആ ഭക്ഷണത്തിലേക്ക് അയാളുടെ ഭാഗത്ത് വെച്ച പാത്രത്തിലേക്ക് അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട്
ആ എടുത്തിട്ട് കൊണ്ടിരിക്കെ അയാൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ അത് കഴിക്കാൻ വായിലേക്ക് കൊണ്ടുപോകാൻ അയാൾക്ക് കഴിയുന്നില്ല. ആ അസ്വസ്ഥത ബാധിച്ച അയാൾ കസേരക്കിടയിൽ തന്റെ ഡൈനിങ് ടേബിളിന്റെ ഇടയിലൂടെ താഴെ കൂർന്നു വീഴുന്നു. കുടുംബത്തിലെ എല്ലാവരും, അല്ലെ കുട്ടികളും ഭാര്യയൊക്കെ ഓടിച്ചെന്ന് അയാളെ താങ്ങി. നിമിഷങ്ങൾക്കകം അയാൾ പെടഞ്ഞു മരിച്ചു. ഇതിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? എന്നോടും നിങ്ങളോടുള്ള ഖുർആന്റെ ഹദീസിന്റെ ചോദ്യമാണ് നബിയുടെ. ദജ്ജാൽ അല്ല, ദജ്ജാലിനെയാണോ കാത്തിരിക്കുന്നത്? അതല്ല, മറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പം മറഞ്ഞു കിടക്കുന്ന വലിയ നാശത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? നമ്മൾ സുഖസുന്ദരായിട്ട് പോകുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, അടുത്ത സെക്കൻഡില് എന്ത് ഭൂമിയിൽ സംഭവിക്കും? നമ്മളെ വീടുണ്ടാവോ? നമ്മളുടെ കച്ചവടം ഉണ്ടാവോ? ബിസിനസ് നടക്കുന്നതൊന്നും നമുക്കറിയില്ല. ഇതിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ അന്ത്യദിനത്തെ കാത്തിരിക്കുകയാണ്. വളരെ കടുത്തതും കയ്പ് നിറഞ്ഞതുമാണ് അന്ത്യദിനം. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയല്ല, മറിച്ച് ബാദിറു, അതാ തുടക്കം. ഉള്ള അവസരം ഉപയോഗപ്പെടുത്തുക. ഇപ്പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ എല്ലാവർക്കും വരും. അത് വരുന്നതിന്റെ മുമ്പ് ഉള്ള അവസരം ഉപയോഗപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം, യഗ്തനിം ഫിൽ ഫറാഗ് ഫള റുകൂഇൻ ഫഅസാ യകൂന മൗതുക ബഖത. ഉള്ള ഒഴിവ് സമയത്ത് ഒരു നമസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്ക്. ഇത്രയും ആളുകൾ പള്ളിയിലുണ്ട്, പലയിടത്തുനിന്ന് വന്നവരാണ്, പല പ്രദേശത്തുള്ളവരാണ്. എന്നാലും ഈ പള്ളിയുടെ തൊട്ട് ചുറ്റുവശത്ത് ഒരുപാട് ആൾക്കാരില്ലേ? എന്തേ സുബഹിക്ക് ഒരു സഫായി പോയത്? ഒരു സഫും 10 ആളും 4 ആളും ഒക്കെ ആയി പോകുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ഇവിടെ അടുത്തുള്ളവർക്കും അല്ലെ തൊട്ടടുത്ത പള്ളിയിലേക്ക് നമ്മൾ ഈ ഖുതുബ കേൾക്കുന്ന മുഴുവൻ ആളുകളും പോയിട്ടുണ്ടോ? മക്കള് പോയിട്ടുണ്ടോ? എന്തേ പോകാതിരുന്നത്? അതുകൊണ്ട് ആ ഒഴിവ് സമയം അങ്ങനെ ഉപയോഗപ്പെടുത്തുക. മൂടിപ്പൊതച്ച് കിടന്നുറങ്ങാൻ നല്ല തണുപ്പുള്ള അന്തരീക്ഷം, നല്ല സുഖം ഉണ്ടാവും. സ്വർഗത്ത് പോകണമെങ്കില്, ഈമാൻ നിലനിൽക്കണമെങ്കിൽ ഇപ്പറഞ്ഞ വിഷയം ഒന്ന് നമ്മളുടെ ശ്രദ്ധയിലുണ്ടാകണം. എത്ര ആരോഗ്യമുള്ള മനുഷ്യരെയാണ് നിമിഷങ്ങൾക്കകം രോഗം കൊണ്ടുപോയി നശിപ്പിച്ചു കളയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യമൊക്കെ ഉപയോഗപ്പെടുത്തണം. നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാചകം കൂടി, മൻദല്ലദീ ബൈനി മൻദല്ലദീ യബ്നി അലാ മൗജിൽ ബഹ്രി ദാറുൻ തിൽകുമുദ്ദാർ. നിങ്ങളിൽ ഒരുത്തൻ അയാൾ എന്ത് ചെയ്യുന്നു? ഒരു തിരമാലക്ക് മീതെ വീടുണ്ടാക്കുകയാണ്. നമ്മളെ അവസ്ഥ പറയുന്നത്, നമ്മൾ തിരമാലകൾക്ക് മീതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ സ്ഥിരതാമസമാക്കണ്ട, ഇവിടെ അങ്ങനെ നിൽക്കും വിചാരിക്കണ്ട. അതുകൊണ്ട് അതാണ് ദുനിയാവ് എന്ന്. ഏതായിരുന്നാലും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, തൻ്റെ ഇന്ന കാര്യത്തിൽ മറ്റവന്റെ അത്ര എനിക്ക് കിട്ടിയില്ലല്ലോ, അയാൾക്കുള്ള ഒരു സൗഭാഗ്യത്തിന് എനിക്കുള്ള ചാൻസ് നൽകിയിട്ടില്ലല്ലോ. കണ്ണില്ലാത്തവന്റെ ആകെ ആഗ്രഹം 2 കണ്ണിനും ഒന്ന് കാഴ്ച കിട്ടിയിരുന്നെങ്കിൽ. ജന്മനാ തന്നെ രോഗിയായി ജനിക്കുന്നവന്റെ ചിന്ത വല്ലാത്തൊരു കഷ്ടം തന്നെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇങ്ങനെ രോഗിയായി തീരാൻ? ഒരൊറ്റ സന്താനവുമില്ലാത്ത മനുഷ്യൻ കോടികളുടെ അധിപനായിട്ടും എല്ലാ ചികിത്സയും നടത്തിയിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ വർഷങ്ങളോളം തളർന്ന് തകർന്ന് കരഞ്ഞു ജീവിക്കുന്ന മനുഷ്യർ, മർദ്ദകരായി എന്നും മർദ്ദിക്കപ്പെടുന്ന ഫലസ്തീനിലെ മക്കളെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുറെ മനുഷ്യന്മാര് അല്ലെ, നീതി നിഷേധിക്കപ്പെട്ട് വർഷങ്ങളോളം ജീവിതകാലം മുഴുവനും
ഏതെങ്കിലും ഭരണകൂടത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി 60-70 വയസ്സുവരെ യാതൊരു തെറ്റും ചെയ്യാതെ കഴിഞ്ഞുകൂടേണ്ടി വരുന്ന മനുഷ്യർ, നിർധനരായി ഒരു നിലക്കും നീതി ലഭിക്കാതെ വധിക്കപ്പെടുന്ന മനുഷ്യര്, ഇങ്ങനെ ഒരുപാട് മനുഷ്യര്, അവരുടെയൊക്കെ മനസ്സിലുള്ള തേട്ടം എന്താണ്? ഇതിനൊരു പൂർണ്ണത വേണ്ടിയിരുന്നു, ഞങ്ങൾക്ക് അതിനു പറ്റിയ ഒരു അവസരം കിട്ടേണ്ടിയിരുന്നു. ആ അവസരത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വാഗ്ദാനം നൽകുന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തുടക്കം, ആ കാലഘട്ടം ഇങ്ങനെ വന്ന് ഇബ്രാഹിം നബി ഒരു മധ്യമ കാലഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകൻ. കണ്ടോ, എല്ലാറ്റിനും ഒരു തുടക്കമുണ്ട്, ഒരു മധ്യമ അവസ്ഥയുണ്ട്, അതിനുശേഷം അവസാനം ഒരവസ്ഥയുമുണ്ട്. ആ അവസ്ഥ ആണ് ഇസ്ലാം അന്ത്യദിനത്തിലെ പ്രവാചകന്റെ വരവോടുകൂടി നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നമ്മളുടെ സകല മനുഷ്യരുടെയും ഈ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകുന്ന ഒരു ദിനം, ആ ദിനത്തെയാണ് മനുഷ്യ ജീവിതത്തിലെ സംതൃപ്തി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം എന്ന നിലയിൽ വിശ്വസിക്കാനും യഥാർത്ഥമായി അത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കി തരാനും പ്രവാചകർ മുന്നറിയിപ്പ് നൽകിയത്. ആ ഒരു സമാധാനം ചില്ലറ സമാധാനമൊന്നുമല്ല. നമുക്കാകുള്ള സമാധാനം അതാണ്. ഏറ്റവും കൂടുതൽ സദഖ ചെയ്യുന്നത് മുസ്ലിങ്ങള്, ഏറ്റവും കൂടുതൽ ആളുകളെ സഹായിക്കുന്നത് മുസ്ലിങ്ങള്, ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യരുമായി ഇടപഴകാൻ നിയമമാക്കിയിട്ടുള്ള മുസ്ലിങ്ങൾ. ഇങ്ങനെ ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ഈ സമുദായത്തിന് കിട്ടുന്ന ആ പ്രത്യേകത എന്താ? ആ പ്രത്യേകതയാണ് അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്നതും ലോകാവസാനം ഉണ്ട് എന്ന വസ്തുത പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകിയത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതും. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവ് പടച്ച തമ്പുരാന്റെ അടുക്കലാണ്. മുന്നറിയിപ്പ് നൽകുന്ന ആള് മാത്രമാണ് നബിയെ അങ്ങ് ഇലാ റബ്ബിക മുൻതഹഹ. നമ്മൾ കേട്ടായത്ത് തന്നെ അതിന്റെ സൂക്ഷ്മമായ അറിവ് അള്ളാന്റെ അടുക്കലാണ്. നബിയുടെ അടുക്കൽ ഒരു വെള്ളവസ്ത്രധാരിയായ മനുഷ്യൻ വന്നല്ലോ. മനുഷ്യൻ നല്ല ചളിയൊന്നും പുരളാത്ത നല്ല ഒരു മനുഷ്യൻ, യാത്രയുടെ അടയാളങ്ങളോ കാര്യങ്ങളോ ഒന്നും അയാളിലില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിരുന്ന് നബിയുടെ കാൽമുട്ടിനോട് മുട്ടുചേർത്ത് അയാൾ ഇരിക്കുകയാണ്. എന്നിട്ട് എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ, ഇതൊക്കെ ചോദിച്ച് ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. അവസാനത്തെ അയാളുടെ ചോദ്യം എന്താ? മതസ്സാ, അന്ത്യദിനം എപ്പോഴാണ് മുഹമ്മദ്? മറുപടി അൽ മസ്ഊൽ അൻഹാ അഅലമ മിനസ് സാഇൽ. മനസ്സിലായോ? ചോദിക്കുന്ന ആളാണ് ചോദിക്കപ്പെടുന്ന ഉത്തരം നൽകുന്ന ആളെക്കാൾ അതിനെ സംബന്ധിച്ച് അറിയുന്നത്. വന്ന ആളാരാ? ജിബ്രീൽ അലൈഹിസ്സലാം. നബി പറഞ്ഞു, എനിക്കതിനെ പറ്റി അറിയില്ല, താങ്കൾക്കായിരിക്കും എന്നേക്കാൾ കൂടുതൽ അതിനെ സംബന്ധിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ കൃത്യമായ അത് പറഞ്ഞു തരാൻ എന്തായാലും എനിക്ക് സാധിക്കില്ല എന്നത്. ഇനി ഞാൻ ഓതി വെച്ച ആയത്ത് നോക്ക്. ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുൽ മലായിക. അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മലക്കുകൾ അക്കാർക്ക് വരുന്നതിനെയോ, ഔ യഅതിയ റബ്ബുക, നിന്റെ രക്ഷിതാവ് വരുന്നതിനെയോ, ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക, അതല്ലെങ്കിൽ നിന്റെ രക്ഷിതാവിന്റെ ഏതെങ്കിലും ദൃഷ്ടാന്തങ്ങൾ വരുന്നതിനെയാണോ? അപ്പൊ ദൃഷ്ടാന്തങ്ങള് അന്ത്യദിനത്തിന്റെ ദൃഷ്ടാന്തങ്ങളായിട്ട് പല കാര്യങ്ങളും ഉണ്ട് എന്ന് നേരത്തെ സൂറത്തു നാസിയാത്തിന്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നതും അന്ത മുൻദിറു മൻ യഖ്ശാഹ, ഭയപ്പെടുന്ന ആളുകൾക്ക് ആ അന്ത്യദിനത്തിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന പണിയാ നബിക്ക്. ഈ രണ്ട് ആയത്തുകളും വെച്ച് നോക്കിയാൽ വേറെ മാറ്റങ്ങളാണ്. നമുക്ക് അതിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ അറിയിച്ചു തന്നിട്ടുണ്ട്, ഖുർആനിലൂടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് പറഞ്ഞെന്താ? ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ. കണ്ടോ, ഒരു മനുഷ്യനും പിന്നെ അത് വന്നു കഴിഞ്ഞാൽ വിശ്വാസം ഫലപ്രദമല്ല. അന്നേരം വിശ്വസിച്ചിട്ട് കാര്യമല്ല. ലം തകുൻ ആമനത് മിൻ ഖബ്ലു ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ.
അതിന്റെ മുമ്പ് അയാൾ വിശ്വസിക്കുകയോ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള നന്മ പ്രവർത്തിക്കുകയോ ചെയ്താൽ അല്ലാതെ ആ ഘട്ടത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഖുൽ ഇന്തദിറൂ അന മുന്തദിറൂ ഇന്നാ മുന്തദിറൂൻ. പറയുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, അതേപോലെ തന്നെ നമ്മളും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അന്ത്യദിനത്തെ എന്ന്. അപ്പോ ചുരുക്കത്തിൽ റബ്ബിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്, അടയാളങ്ങൾ. ഇത് ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ തെളിവുകളായി ദൃഷ്ടാന്തങ്ങളായി അന്ത്യദിനം സംഭവിക്കുകയില്ല, ഇന്ന കാര്യങ്ങൾ സംഭവിക്കാതെ എന്ന് പറയുമ്പോൾ എല്ലാം അത് അക്ഷരം പ്രതി ആയിക്കൊള്ളണമെന്നില്ല. ഉദ്ദേശമാകാം. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ അതിന്റെ തൊട്ടു മുമ്പ് സംഭവിക്കുമെന്ന് വരാൻ പോകുന്ന വിഷയത്തെ സംബന്ധിച്ച് ഖുർആനിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായും അതേ രൂപത്തിലാണ് എന്ന് പറയാൻ പറ്റാത്തതും ഉണ്ടാകാം. ചിലപ്പോൾ അങ്ങനെ ആവുകയും ചെയ്യാം. അത് അങ്ങനെ തന്നെ നമ്മൾക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ലെങ്കിൽ മുഹദ്ദിസുകളോ ചരിത്രകാരന്മാരോ ഹദീസ് പഠിച്ച ഇതിനെ വിശദീകരിക്കുന്നവരോ അക്കാലഘട്ടത്തിലെ കാര്യങ്ങളെ വെച്ചോ അതല്ല വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും. അതൊക്കെ ആ നിലക്ക് ഖുർആനും ഹദീസിനും വിരുദ്ധമല്ലാത്ത നിലയിൽ മനസ്സിലാക്കേണ്ടി വരും. ഏതായിരുന്നാലും ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കട്ടെ. അന്ത്യദിനത്തിന്റെ ലക്ഷണവുമായിട്ട് പറഞ്ഞത് അൻതലിദൽ അമതു റബ്ബതഹ. ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നീട് വരാം. എന്താ അതിനർത്ഥം? അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക എന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉദ്ദേശം പല നിലക്കും മുഹദ്ദിസുകള് ഹദീസ് നിരൂപകന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ കീഴ്മേൽ മറിയുക, സംരക്ഷണം കിട്ടേണ്ട ആളുകൾ തന്നെ സംരക്ഷിക്കേണ്ട ആളുകളെ കൊല്ലുക. മനസ്സിലാകുന്നോ? ഇതുപോലെയുള്ള പല വിശദീകരണങ്ങളും അതിൽ വന്നിട്ടുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സംബന്ധമായി ചെറുതും വലുതുമായ അടയാളങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഒരു ഖുതുബയിൽ തീർക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ഒരു ഘട്ടം ഘട്ടമായിട്ട് മനസ്സിലാക്കാം. ഒരു ഹദീസിൽ കാണാം, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ബിഇസ്ബഅൈഹി ഖാല ബിഇസ്ബഅൈഹി ഹഖദാ അൽ വുസ്താ വല്ലതി തലി അൽ ഇബ്ഹാം. പെരുവിരലും മധ്യവിരലും ഇത് രണ്ടിനെയും കൂട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നബി പറഞ്ഞു, വഖാല ബുഇത്തു അന വസ്സാഅതു കഹാതൈൻ. എന്റെ നിയോഗമനവും അന്ത്യദിനവും ഇങ്ങനെയാണ് എന്ന്. അപ്പൊ നബി അവസാനത്തെ നബിയെ നിയോഗിക്കുക എന്നത് അന്ത്യദിനത്തിന്റെ ലക്ഷണമാണ്. മറ്റൊരു ഹദീസിൽ ബുഇത്തു ഫീ നസമി അസ്സാഅ, അന്ത്യദിനത്തിന്റെ തോടടുത്ത് അവസാന കാലക്കാരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരിക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇതിനോട് കൂട്ടി വായിച്ച് മനസ്സിലാക്കിക്കോ. അതെന്താ? ആദം നബിയുടെ ആദ്യത്തെ പ്രവാചകൻ, അത് അവസാനമായി മധ്യമ കാലഘട്ടത്തിൽ വന്ന പ്രവാചകന്മാർ, അവസാനത്തിൽ വന്ന നബി. ഇതെല്ലാം കൃത്യമായി ഹദീസ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫകും ഫീഹാ. അല്ലാഹ് ഈ ദുനിയാവ് വളരെ ആനന്ദകരമാക്കി, അല്ലെ? ഒരു 2 മിനിറ്റ് ഒന്ന് ഫോണിലൊന്ന് നോക്കിയിരുന്നു ആസ്വദിച്ചാൽ, അല്ല അതിനേക്കാൾ ആ വലിയ രമ്യ ഹർമ്മ്യത്തിന്റെ കൊട്ടാരത്തിന്റെ ഉടമയായി അതിലൊന്ന് കയറിയിരുന്നൊന്ന് ആസ്വദിച്ചാൽ, ആ വണ്ടി 1.5-2.5 കോടിയുടെ വണ്ടിയിലൊന്ന് യാത്ര ചെയ്താൽ, ആ ഹെലികോപ്റ്ററിൽ ഒന്ന് പോയാൽ, എനിക്ക് സ്വന്തം അത് ഉണ്ടായാൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദുനിയാവിന്റെ ആസ്വാദ്യകരമായ വിഷയങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാം. ഹുൽവത്ത് മധുരമാണ്, വല്ലാത്ത ആസ്വാദനമാണ്. വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫകും ഫിഹാ. എന്നാൽ മുഅ്മിനുകളോട്, വിശ്വാസികളോട് അല്ലാഹ് പറയാ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇതിൽ പ്രതിനിധികളാക്കിയതാണ്. ഫനാളിറുൻ, അള്ളാഹ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കൈഫ തഅമലൂൻ, നിങ്ങൾ എന്താണ് അതിൽ പ്രവർത്തിക്കുന്നത് എന്ന്. അതുകൊണ്ട് ദുനിയാവ് നിങ്ങൾ സൂക്ഷിക്കണം. എന്ത് വിശാലമായ അർത്ഥത്തില, നിങ്ങൾ ആ ദുനിയാവിൽ കണ്ണഞ്ചി പോകുന്ന ജീവിതത്തിലായി പോകരുത്. ആ ദുനിയാവിൽ നിന്ന് നിങ്ങൾ പരലോകത്തിലുള്ള കൃഷിയിടമാക്കി മാറ്റി അതിനെ ഉപയോഗപ്പെടുത്തുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങനെയാണ്. രണ്ടാമത് എനിക്ക് പറഞ്ഞു വത്തഖുന്നിസാ, പെണ്ണുങ്ങളെയും സൂക്ഷിക്കണേ. അതും രണ്ടർത്ഥത്തില് അവരിങ്ങളെ വഴിതെറ്റിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദുനിയാവിൽ നിറഞ്ഞ് ആടുകയാണ്. അന്ത്യദിനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, തുഅറബുൽ ഫിതൻ, ഫിത്നങ്ങോട്ട് വ്യാപകമാവും. വേണ്ടാന്ന് വിചാരിച്ചാലും നമ്മളെ മുമ്പിലേക്ക് വരും എന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ലോകം ഞാനത് വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, അവരെ നിങ്ങൾ മർദ്ദിച്ചിട്ട് അവർക്കുള്ള അവകാശങ്ങൾ നിഷേധിച്ച് നിങ്ങൾ നരകത്തിലെത്തുന്ന അവസ്ഥയെ നിങ്ങൾ സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെ അതിന് വിശാലമായ താല്പര്യം കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം, അതും ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതും ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സഹോദരങ്ങളെ, ഇതുപോലെ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി പഠിക്കാനും ജീവിതം ഏറ്റവും നല്ല രൂപത്തിലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി തീരാനും പരമാവധി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു ബിനിഹി വ നസ്തഗ്ഫിറുഹു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഉസീകും സാനിയൻ വ ഇയ്യായ തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം ഈ അന്ത്യദിനത്തിന്റെ ലക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നബി വ്യക്തമാക്കി. ഉർവത്ത് ഇബ്നു അഫ്ഫാൻ പറയാണ്, ഞാൻ തബൂക്ക് യുദ്ധത്തിൽ നബിയുടെ അടുക്കൽ ചെന്നു. ഒരു തോൽ കൊണ്ടുണ്ടാക്കിയ ഖൈമയുടെ ടെന്റിന്റെ ഉള്ളിലായിരുന്നു. നബി പറയാണ്, സിത്തൻ, 6 കാര്യങ്ങൾ എണ്ണിക്കോ. ബൈന യദൈ സാഅതി, അന്ത്യദിന ബൈന യദയ്യ എന്റെയും അന്ത്യദിനത്തിന്റെയും ഇടയിൽ 6 കാര്യത്തെ എണ്ണിക്കൊള്ളാൻ. ഒന്ന് മൗത്തി, എന്റെ മരണം, നബിയുടെ മരണമാണ്. തുമ്മ ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, ഞാൻ പറഞ്ഞല്ലോ വലുതും ചെറുതുമായ അടയാളങ്ങളുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ചെറിയ എന്നാൽ വലിയ ആ രൂപത്തിലുള്ള ചില അടയാളങ്ങളാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെ സംബന്ധിച്ച് ഏറെ വിശദീകരിക്കാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ മരണശേഷം ഉമ്മ റളിയല്ലാഹു അൻഹു സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അവർ കരയാൻ തുടങ്ങി. എന്താ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ അവർ പറഞ്ഞു, പിന്നെ ഒന്നുമില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത്, നബിയുടെ പോറ്റുമ്മയാണ് ഉമ്മ റളിയല്ലാഹു അൻഹ. റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞതല്ല പ്രശ്നം, വഹി നിലച്ചു പോയല്ലോ എന്ന വിഷമം കണ്ടോ. ആ നബിയുടെ മരണത്തെ സംബന്ധിച്ച് അവരുടെ ചിന്താഗതി ഞാൻ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ വഫാത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ബൈത്തുൽ മുഖദ്ദസ് അതിന്റെ മോചനം നേടിയത്. നോക്ക്, അന്ത്യദിനം സംഭവിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് പറഞ്ഞതാണ്. സുമ്മ മൗത്താൻ, പിന്നീട് മരണങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. പിന്നെ ആടുകൂട്ടങ്ങള് ഒന്നായിട്ട് ഇല്ലാതാകുന്നത് പോലെ, നശിക്കുന്നത് പോലെ നശിക്കുക. അത് ഉദ്ദേശിക്കുന്നത് ചില കോളറ പോലെയുള്ള മഹാവ്യാധിയെ സംബന്ധിച്ചാണ്. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഫലസ്തീനിൽ പടർന്നു പിടിച്ച ഒരു കോളറ, ആ കോളറയിൽ അംവാസ് പ്രദേശത്താണ് 25,000 മുസ്ലിംകൾ അടങ്ങുന്ന ആളുകളാണ് മരണപ്പെട്ടത്. അതില് അമീനുൽ ഉമ്മ എന്നറിയപ്പെടുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വരെ ഉൾപ്പെട്ടിരുന്നെന്ന് ചരിത്രത്തിൽ കാണാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, സുമ്മ ഇസ്തിഫാദത്തുൽ മാൽ ഹത്താ യുഅത്തി റജുലു 100 ദീനാരിൻ ഫയളല്ലു സാഖിതൻ.
പൈസ ഇഷ്ടം പോലുള്ള കാലഘട്ടം വരിക. 100 ദീനാർ കൊടുത്താലും, 100 ദീനാർ എന്ന് പറഞ്ഞാൽ ഒരു ദീനാർ 3000 റുപ്യോളം, ഒരു ദീനാർ 300 റുപ്യോളം വരും. അങ്ങനെയുള്ള ഒരു സംഖ്യ ഒരാൾക്ക് ഫ്രീ ആയി കൊടുത്താലും അയാൾക്കത് പോരാ, അതിന് മാത്രം കാശുണ്ടല്ലോ എന്ന നിലക്ക് സാമ്പത്തികമായ അത് ഒരുപാട് കാര്യങ്ങൾ അത് വിശദീകരിക്കാനുണ്ട്. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ട്. സുമ്മ ഫിത്നത്തുൻ ലാ യബ്ഖാ ബൈത്തുൻ മിനൽ അഹദി അറബി ഇല്ലാ ദഖലതുഹു. അറബികളുടെ മുഴുവൻ വീടുകളിലേക്കും ഫിത്ന വർദ്ധിക്കുക. അങ്ങനെ സുമ്മ അതുപോലെ തന്നെ പിന്നെ റോമക്കാരും പേർഷ്യക്കാരുമായും മുസ്ലിങ്ങളുമായി കരാറുണ്ടാവുക. എന്നിട്ട് റോമക്കാരും പേർഷ്യക്കാരും ആ കരാറ് ലംഘിക്കുക. എന്നിട്ട് അവർ 12 വിഭാഗങ്ങളാവുക. ഓരോ വിഭാഗത്തിന്റെയും കീഴിൽ 80,000 ആളുകൾ അടങ്ങുന്ന 12,000 ആളുകൾ അടങ്ങുന്ന സമൂഹമുണ്ട്. അതൊക്കെ ബുഖാരി ധരിക്കുന്ന ഹദീസാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. പിന്നീട് സൂര്യൻ കിഴക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന വശം, ദജ്ജാലിന്റെ വരവ്, അതുപോലെ പുക പ്രത്യക്ഷപ്പെടുന്നത്, ഭൂകമ്പങ്ങള്, ഇങ്ങനെ പിന്നെ ദാബത്തുൽ അർള് തുടങ്ങിയ യജൂജിന്റെ വരവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഹദീസിനെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിലും സൗകര്യപൂർവ്വം മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനം വരുന്നതിന്റെ മുമ്പ്, മരണം വരുന്നതിന്റെ മുമ്പ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നല്ലവരായി ജീവിച്ച് മരിച്ചു പോകാൻ നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മഹത്തായ ഫളലുകൊണ്ട് ഇത്തരം കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളായി തീരുവാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ രോഗാതുരമായ കാര്യത്താൽ വസിയത്ത് ചെയ്തവരുണ്ട്, അല്ലാത്തവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ ശിഫയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നെല്ലാം അവൻ നമ്മെ കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. മുഅ്മിനുകളായി ജീവിക്കാനുള്ള നിർഭയത്വവും സ്വാതന്ത്ര്യവും അല്ലാഹു നമ്മുടെ നാട്ടിൽ നിലനിർത്തി അനുഗ്രഹിക്കുകയും കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന സകല മുഅ്മിനുകൾക്കും അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഖുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഗ്ഫിർ ലനാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.